ശശി തരൂർ എന്ന വിശ്വപൗരനെ ഇടതുപക്ഷ പാളയത്തിലേക്ക് എത്തിക്കാൻ CPM മെനഞ്ഞ തിരക്കഥകൾ പാളുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുന്നത്. തരൂരിനെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രചരിക്കുന്ന വാർത്തകളെ വെറും തമാശയായി മാത്രമേ കാണാൻ കഴിയൂ എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പരിഹസിക്കുമ്പോൾ തകരുന്നത് ഇടത് ക്യാമ്പിന്റെ വലിയൊരു രാഷ്ട്രീയ തന്ത്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദൂതന്മാർ തരൂരിനെ കണ്ടുവെന്നും വലിയ വാഗ്ദാനങ്ങൾ നൽകിയെന്നുമുള്ള വാർത്തകൾക്ക് അടിസ്ഥാനമില്ലെന്ന് മുരളീധരൻ വ്യക്തമാക്കുന്നു. തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് പോയി രാഷ്ട്രീയ ആത്മഹത്യ ചെയ്യാൻ തരൂരിനെ പോലെ ലോകമറിയുന്ന ഒരു വ്യക്തിത്വത്തിന് കഴിയില്ലെന്ന യാഥാർത്ഥ്യം മുരളീധരൻ ഓർമ്മിപ്പിക്കുകയാണ്. പാർട്ടിക്കുള്ളിലെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെ പിളർപ്പായി കാണേണ്ടതില്ലെന്നും കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം അടിവരയിടുന്നു. ശശി തരൂർ വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കൃത്യമായ ബോധ്യമുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വ്യക്തമാക്കി കഴിഞ്ഞു. മാധ്യമങ്ങൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ താനുമായി തരൂർ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്ന വെളിപ്പെടുത്തൽ വഴി ഹൈക്കമാൻഡുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം KC വേണുഗോപാൽ ഊട്ടിയുറപ്പിക്കുകയാണ്. തരൂരിന് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പാർട്ടിക്ക് കൃത്യമായ സംവിധാനങ്ങളുണ്ട്. തരൂരും കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ അകൽച്ചയാണെന്ന് വരുത്തി തീർക്കാനുള്ള CPM നീക്കം ഇവിടെ വിലപ്പോകില്ലെന്നാണ് ദേശീയ നേതൃത്വം നൽകുന്ന സൂചന. രമേശ് ചെന്നിത്തലയടക്കമുള്ള മുതിർന്ന നേതാക്കളും ഇതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഡൽഹിയിലെ ചർച്ചകളിൽ മാറ്റം വരുത്തിയതൊന്നും തരൂരിനെ പോലെയുള്ള ഒരു നേതാവിനെ ബാധിക്കില്ലെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിജയിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തരൂരുമായി നേരിട്ട് സംസാരിക്കുമെന്നും അദ്ദേഹത്തിന്റെ എല്ലാ ആശങ്കകളും പരിഹരിക്കപ്പെടുമെന്നും മുരളീധരൻ ഉറപ്പു നൽകുന്നു. തിരുവനന്തപുരത്തെ പോരാട്ടത്തിന് തരൂർ അനിവാര്യമാണെന്നും ആ കർത്തവ്യം അദ്ദേഹം നിറവേറ്റുമെന്നും കോൺഗ്രസ് വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങൾ മുതലെടുത്ത് തരൂരിനെ സ്വന്തമാക്കാമെന്ന ഇടതുപക്ഷത്തിന്റെ വ്യാമോഹത്തിനാണ് ഇപ്പോൾ കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കെ മുരളീധരന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹത്തിനെ പോലുള്ളൊരു അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് ഒരു മുങ്ങുന്ന കപ്പലിൽ കയറുമെന്ന് സാമാന്യ ബോധമുള്ള ആരും വിശ്വസിക്കില്ല. ക്യാപ്റ്റൻ അടക്കം മുങ്ങാൻ പോകുന്നൊരു കപ്പലാണ്. ആ കപ്പലിൻ്റെ അകത്ത് ശശി തരൂരിനെ പോലെ അന്താരാഷ്ട്ര രംഗത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തി കയറുമെന്ന് പറഞ്ഞാൽ അത് ഏപ്രിൽ 1-ാം തീയതി മാത്രമേ പറയാനേ പറ്റൂ. അല്ല, കോൺഗ്രസ് പാർട്ടിയിൽ അസംതൃപ്തി അദ്ദേഹത്തിനുണ്ടാകാം. വിശേഷിച്ച് മഹാപഞ്ചായത്തിൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാത്തൊരു കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രയാസമുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കുറ്റമല്ല. അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ആ ലിസ്റ്റാണ് അദ്ദേഹം വായിച്ചത്. അതല്ലാതെ ശ്രീ ശശി തരൂരിന് മനഃപൂർവ്വം ഒഴിവാക്കാൻ ഒരിക്കലും രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിനെ പോലത്തെ ഒരു നേതാവിന് ഇങ്ങനെ പ്രയാസമുണ്ടായത് തീർച്ചയായിട്ടും പാർട്ടി അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ നീക്കുന്ന. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഫുൾ ടൈം രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന് വല്ലാത്തൊരു വേദനിപ്പിക്കും. അപ്പോൾ ഞങ്ങൾക്കൊക്കെയാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇപ്പോൾ തന്നെ ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ഞങ്ങളെയൊക്കെ ഒഴിവാക്കി. ഞങ്ങളൊന്നും പരാതി പറഞ്ഞില്ലല്ലോ. കാരണം പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതെ. ഇപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി നീങ്ങണം, ഇലക്ഷൻ ജയിക്കണം, ആ ലക്ഷ്യത്തിലാണ് പാർട്ടി പോകുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ശ്രീ ശശി തരൂർ ഞങ്ങളോടൊപ്പം ഉണ്ടാകും. പാർട്ടിയുടെ വിജയത്തിന് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ സേവനം അത്യാവശ്യമാണ്. ഈ ഡൽഹിയിൽ പോയ കാര്യത്തിൽ അങ്ങുൾപ്പെടെ ചില മുതിർന്ന നേതാക്കളുടെ ചെറിയ നീരസമുണ്ട്. അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ ഒരു ഇലക്ഷൻ ടൈമാണല്ലോ. അപ്പോൾ അതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയമല്ല. അല്ല, മുൻ KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് അങ്ങയുടെ വാക്കുകൂടെ കേൾക്കേണ്ടതല്ലേ? അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല.